Hi all, this is me Nanda Rose Dominic. Welcome to another video of Punolil. ഇന്ന് നമുക്ക് കുറച്ച് പാർട്ടി വെയറിനെ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസസ് കാണാം. ഫസ്റ്റ് വരുന്ന പീസ് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. 3/4 സ്ലീവില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് വർക്ക് ആണ് യോക്ക് പോർഷനിലോട്ട് വരുന്നത്. ഇതിന്റെ പാറ്റേൺ വരുന്നത് ആലിയ കട്ടാണ്. യോക്ക് പോർഷനിൽ സർദോസിയും ബീഡ്സിന്റെയും പേൾസിന്റെയും ഒക്കെ ഒരു മിക്സ് ആയിട്ടാണ് യോക്ക് പോർഷനിലോട്ട് വരുന്നത്. ബട്ട് മെയിൻലി വർക്ക് വരുന്നത് സർദോസി ഡീറ്റെയിലിംഗ് ആണ്. സ്കാറ്റർ ആയിട്ട് കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സും യോക്ക് പോർഷനിലോട്ട് വരുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ പീസ്. നല്ല സിമ്പിൾ ആണ്, ബട്ട് നല്ല പാർട്ടി വെയർ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. ബാക്ക് ഇങ്ങനെ വരുന്നു, ഒരു കട്ട് ഉണ്ടാവും. ഇതിന്റെ റേറ്റ് വരുന്നത് 3630. ബോട്ടംസ് വരുന്നത് പ്ലെയിൻ ആങ്കിൾ ലെങ്ത്തിലാണ്, സാൻടൂൺ ഫാബ്രിക്കിലാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോഴേക്കും സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കില് ഗോൾഡൻ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗിൽ ബീഡ്സ് വരുന്നുണ്ട്. പിന്നെ ബോഡിയിലോട്ട് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് ആയിട്ടുള്ള പേൾ ഡീറ്റെയിലിംഗ് ഓവറോൾ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. വെരി ബ്യൂട്ടിഫുൾ പീസ്. നെക്സ്റ്റ് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡില് ആലില കട്ടായിട്ടാണ് യോക്ക് പോർഷനിലോട്ട് നെക്ക് വരുന്നത്. ഫുൾ യോക്ക് പോർഷനിൽ നല്ല റിച്ച് ആയിട്ടുള്ള കട്ട് ബീഡ്സിന്റെ വർക്ക് ആണുള്ളത്. വെരി നൈസ് വർക്ക്. ഇതിന്റെ സ്ലീവ് വരുമ്പോഴേക്കും കുറച്ച് ലൂസായിട്ട് ഒരു ബെൽ സ്ലീവ് പോലത്തെ പാറ്റേൺ ആണ് വരുന്നത്. സ്ലീവിന്റെ അറ്റത്തേക്ക് ടാസിൽസ് പോലെ ബീഡ്സ് ഒക്കെ ആയിട്ട് നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. വെരി നൈസ് പീസ്. ഫാബ്രിക് വരുന്നത് ചിനോൺ തന്നെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 3450. ബാക്ക് ഇങ്ങനെ വരുന്നു. ഈ ഒരു ഫാബ്രിക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ക്ലീൻ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. പക്ഷേ നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്, നല്ലൊരു ഓപ്ഷനാണ്. ചിനോൺ നല്ല മൂവിങ് ആയിട്ട് പോകുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ദുപ്പട്ട വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ദുപ്പട്ടയിലേക്ക് ബീഡ്സ് ഒരു സീക്വൻ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ദിസ് ഇസ് ദ കംപ്ലീറ്റ് ലുക്ക്. നേരത്തെ കാണിച്ച പാറ്റേണിന്റെ കളർ ചേഞ്ച് ആണിത്. ഇതൊരു ലാവെൻഡർ ഷെയ്ഡിലോട്ടാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. യോക്ക് പോർഷനിലോട്ട് സെയിം വർക്ക് വരുന്നു. ടാസിൽസ് എവറിത്തിങ് സെയിം, കളർ മാത്രം വ്യത്യാസം. ഇതാണ് അതിന്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. നമ്മുടെ നല്ല നല്ല ഫാബ്രിക്കാരനോട് നല്ല സ്മൂത്ത് ആയിട്ട് ഒഴുകി കിടന്നോളും. നെക്സ്റ്റ് വരുന്നത് ഒരു റൗണ്ട് നെക്ക് പാറ്റേണിൽ യോക്ക് പോർഷനിലോട്ട് വർക്ക് വരുന്നു. നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. ഇന്ന് വെരി സട്ടിൽ ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയാം. സർദോസി ഉണ്ട്, ത്രെഡ് ഉണ്ട്, എല്ലാത്തിൻ്റെ മിക്സ് ആയിട്ടാണ് യോക്ക് പോർഷനിലോട്ട് വർക്ക് വരുന്നത്. നല്ല നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ നല്ല സൂപ്പർബായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണിത്. ഒരു ഡാർക്ക് ലൈക്ക് നേവി ബ്ലൂവിൻ്റെ ഡാർക്കിഷ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ബോട്ടംസ് ഇങ്ങനെ വരുന്നു. സ്കാലപ്പ് ഡീറ്റെയിലും കൂടെ ഒരു സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ ദുപ്പട്ട വരുന്നു. ദിസ് ഇസ് ദ കംപ്ലീറ്റ് ലുക്ക്. നെക്സ്റ്റ് വരുന്നത് ഒരു പാസ്റ്റൽ ഗ്രീൻ ഷെയ്ഡില് ഫുൾ നല്ല റിച്ച് വർക്കോടെ കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് വരുന്ന ഒരു ഷറാറയാണ്. ബോട്ടംസ് ഇങ്ങനെ വരുന്നു. ടോപ്പിലോട്ട് വരുമ്പോൾ യോക്ക് പോർഷനിൽ നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക് ഉണ്ട്. ഒരു ഗോൾഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഫുൾ വർക്ക് വരുന്നത്. ഈ സൈഡുകളിൽ ഫുൾ ഒരു ഹണികോം ഒരു ഡയഗണൽ ഷേപ്പിലാണ് ഫുൾ വർക്ക് വരുന്നത്. വെരി നൈസ് പാറ്റേൺ. ഫുൾ നല്ല ഹെവി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഫങ്ഷനും ഇടാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ്. ദുപ്പട്ട വരുമ്പോഴേക്കും സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ ദുപ്പട്ടയിലും നല്ല ഹെവി ബോർഡർ ആണ് വരുന്നത്. ഫുൾ ഒരു കട്ട് ബീഡ്സിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇത് കൂടുതൽ വരുന്നത്. ദിസ് ഇസ് ദ കംപ്ലീറ്റ് ലുക്ക്. ഷറാരയാണ് ബോട്ടംസ് വരുന്നത്. ഇങ്ങനെ വന്നിട്ട് അടിയിലോട്ട് വരുമ്പോൾ ഫ്ലെയർ കൂടുതലുള്ള ഒരു ഫാബ്രിക്. ഈ ഒരു പീസ് വരുമ്പോഴേക്കും കുറച്ചൊരു മോഡേൺ സിലുവേറ്റ് ആണ്. ഇതിന്റെ ലെങ്ത് കുറവാണ്. ബോട്ടംസ് പലാസോ ആയിരിക്കും വരുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടംസ്. നല്ല ഒരു മോഡേൺ സ്റ്റേപ്പിൾ പീസ് എന്ന് പറയാം. വെരി നൈസ്. നല്ല കംഫി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഒരു ഹൈനെക്ക് പോലെ വന്നിട്ട് ഇവിടെ ഫുൾ കട്ട് ബീഡ് ഡീറ്റെയിലിംഗ് ആണ് ഈ ഫ്രണ്ടിലോട്ട് വരുന്നത്. അവിടെ നിന്ന് കുറേ ഗ്യാദറിങ്സ് ആയിട്ട് നല്ല ഒഴുകി കിടക്കും. സ്ലീവ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 3/4 സ്ലീവിലോട്ടാണ് വരുന്നത്. ദിസ് ഇസ് ദ കംപ്ലീറ്റ് ലുക്ക്.
നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിൽ സെയിം നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയ ഷെയ്ഡാണിത്. യോക്ക് പോർഷനിലോട്ട് ഇങ്ങനെ വർക്ക് വരുന്നു. അടിയിലും നല്ല ഭംഗിയുള്ള നേരത്തെ കാണിച്ച പീസിലും ഇതുണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ റിച്ച് ആയിട്ടുള്ള വർക്കാണ് ഇവിടെ വരുന്നത്. ബോട്ടംസ് വരുമ്പോഴേക്കും പലാസോ ബോട്ടംസ് ആണ് വരുന്നത്. നല്ല ഫ്ലെയർ ഉള്ള പാറ്റേൺ ആണ്. ഫ്രണ്ട് പോർഷനിൽ ഒരു ബാൻഡും ബാക്കിലോട്ട് വരുമ്പോൾ ഇലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ വരുന്നു. നല്ല റിച്ച് വർക്കാണ്. നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ക്ലാസ് ആയിട്ടുള്ള ഒരു പീസാണിത്. റൗണ്ട് നെക്ക് വരുന്നു. യോക്ക് പോർഷനിലോട്ട് ഫുൾ ഒരു ബീഡിൻ്റെയും സീക്വൻ്റെയും വർക്ക് വരുന്നു. നല്ല ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. ആ ഗോൾഡ് ഷെയ്ഡ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കും. വെരി നൈസ് ആൻഡ് ക്ലാസി പീസ്. ഈ അടിയിലോട്ട് വരുമ്പോഴേക്കും ഇതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള വർക്കാണ് വരുന്നത്. ഫുൾ ബോഡി ടൈനി ടൈനി സീക്വൻസിന്റെ വർക്ക് ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട്. റൗണ്ട് നെക്ക് ആണ് വരുന്നത്. ബാക്ക് പ്ലെയിൻ 3/4 സ്ലീവിലാണ് ഇത് വരുന്നത്. ദുപ്പട്ട വരുമ്പോഴേക്കും സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഫുൾ കട്ട് ബീഡ്സ്, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും ഇത്. ബോട്ടംസ് വരുന്നത് വീണ്ടും ഒരു ഷരാറ പാറ്റേണിലോട്ടാണ്. നല്ലൊരു എന്ത് നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും വെരി ഗുഡ് ഓപ്ഷൻ. ഇതിന്റെ റേറ്റ് വരുന്നത് 4660. നെക്സ്റ്റ് വരുന്നത് ഒരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡിൽ റൗണ്ട് നെക്ക് വരുന്നു. യോക്ക് പോർഷനിലോട്ട് വർക്ക് വരുന്നു. ഫുൾ സീക്വൻ ഒരു ഗോൾഡ് ഷെയ്ഡിലാണ് എല്ലാ വർക്കും വരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ്. അടിയിലോട്ട് വരുമ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. വെരി നൈസ് വർക്ക്. പിന്നെ ചെറിയ ചെറിയ മോട്ടീവ്സ് ഉണ്ട് ഓൾ ഓവർ ഫ്ലോറൽ മോട്ടീവ്സ്. സ്ലീവ് വരുമ്പോഴേക്കും 3/4 സ്ലീവ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള സ്ലീവാണ്. ഫുൾ ഒരു റണ്ണിങ് ആയിട്ടുള്ള കട്ട് ബീഡ്സിന്റെ പാറ്റേൺ ആണ് സ്ലീവിലോട്ട് വരുന്നത്. പലാസോ ബോട്ടംസ് ആണ് അടിയിലോട്ട് വരുന്നത്. പലാസോ ബോട്ടംസിന്റെ അടിയിലേക്ക് ഫുൾ ഒരു കട്ട് ബീഡ് ഡീറ്റെയിലിംഗ് ഉണ്ട്. കുറച്ച് ഒരു ചെറിയ ചെറിയ ടൈനി ടൈനി ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട്. ദുപ്പട്ട വരുമ്പോഴേക്കും സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ നല്ല ഒരു ലീഫിന്റെ ഷേപ്പിലാണ് ഫുൾ ബോർഡറിൽ കട്ട് ബീഡ് ഡീറ്റെയിലിംഗ് വരുന്നത്. വെരി നൈസ് പീസ്. ഇതായിരിക്കും എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. Designs Angamali.